കോതമംഗലം ലവ് ജിഹാദിനെ തുടർന്ന് യുവതി ആത്മഹത്യ ചെയ്ത കേസിന്റെ അന്വേഷണം NIA ഏറ്റെടുക്കണമെന്ന് സിറോ മലബാർ സഭ. തീവ്രവാദ ബന്ധമുള്ള പാനായിക്കുളത്താണ് പെൺകുട്ടിയെ താമസിപ്പിച്ചിരുന്നത്. ഇക്കാര്യം ഗൌരവത്തോടെ കാണേണ്ടതുണ്ടെന്ന് സിറോ മലബാർ സഭ പബ്ലിക് അഫയേഴ്സ് കമ്മീഷൻ സെക്രട്ടറി ഫാദർ ജെയിംസ് കൊക്കാവയലിൽ ആവശ്യപ്പെട്ടു. പെൺകുട്ടിയുടെ കുടുംബത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഛത്തീസ്ഗഡ് വിഷയത്തിൽ ഇടപെടൽ നടത്തിയ രാജീവ് ചന്ദ്രശേഖരനും ഷോൺ ജോർജിനും ഫാദർ ജെയിംസ് കൊക്കാവയലിൽ നന്ദി അറിയിച്ചു. സിറോ മലബാർ സഭ ഈ ഒരു വിഷയത്തെ വളരെ ഗൗരവത്തോടുകൂടിയാണ് നേരത്തെ മുതലേ കണ്ടുകൊണ്ടിരിക്കുന്നതും ഇതിനു മുമ്പ് തന്നെ ഈ വിഷയങ്ങൾ പല പ്രാവശ്യം പല വേദികളിൽ ഉന്നയിച്ചിട്ടുള്ളതുമാണ്. ഈ സോനയുടെ വിഷയത്തിലാണെങ്കിലും സിറോ മലബാർ സഭ ഞങ്ങൾ പ്രതികരണങ്ങൾ നടത്തിയിട്ടുണ്ട്. സിറോ മലബാർ സഭയുടെ മീഡിയ കമ്മീഷൻ ഒരു കൃത്യമായ ഒരു കുറിപ്പ് ഇറക്കിയിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ സിറോ മലബാർ സഭയുടെ സമുദായ സംഘടനയാണ് കത്തോലിക്ക കോൺഗ്രസ്. കത്തോലിക്ക കോൺഗ്രസ് സഭാതലത്തിൽ ഈ ഒരു വിഷയം NIA ദേശീയ ഏജൻസി ഏറ്റെടുക്കണം എന്ന് കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടു. വീട്ടുകാരുടെ ആവശ്യം അത് തന്നെയായിരുന്നു. അത് ആ കുട്ടിയുടെ അമ്മയും ആവശ്യപ്പെട്ട കാര്യമാണ്. തീർച്ചയായിട്ടും കുടുംബത്തോട് ഉള്ള ഒരു ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുക, അവരുടെ ദുഃഖത്തിൽ പങ്കുചേരുകയും ചെയ്യുന്നു. ഞങ്ങളാൽ കഴിയുന്ന പ്രതിഷേധങ്ങളും അതുപോലെ തന്നെ ബോധവൽക്കരണങ്ങൾ അത് ഞങ്ങൾ നേരത്തെ മുതലേ നടത്തി വരുന്ന കാര്യമാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നു. പക്ഷേ ഇതിൻ്റെ ഒരു പ്രൈം സ്റ്റെപ്പ് എടുക്കേണ്ടത് തീർച്ചയായിട്ടും യാക്കോബായ സഭയിൽ നിന്നാണ്. വാർത്തയുടെ വിവരങ്ങളുമായി മിഥുൻ അയ്യപ്പൻ ചേരുകയാണ്. മിഥുൻ, ഇപ്പോൾ സിറോ മലബാർ സഭ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഈ കേസിൽ സോനയുടെ മരണത്തിൽ NIA അന്വേഷണമാണ് വേണ്ടത്. കാരണം തീവ്രവാദ ബന്ധം ആരോപിക്കപ്പെടുന്ന ചില അന്വേഷണങ്ങളിൽ തെളിഞ്ഞ ചില സ്ഥലങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ട് വളരെ കൃത്യമായ ഇടപെടൽ ഈ വിഷയത്തിൽ ഉണ്ടായിട്ടുണ്ട്. പാനായിക്കുളത്ത് സിമി ക്യാമ്പ് ഏറെ കുപ്രസിദ്ധമാണ്. ആ പാനായിക്കുളത്ത് വെച്ചാണ് ഈ പെൺകുട്ടിയെ മതം മാറ്റാനുള്ള നീക്കം നടന്നത്. ഭീഷണി ഉണ്ടായത്, ശാരീരിക ഉപദ്രവം ഉണ്ടായതൊക്കെ ഈ പാനായിക്കുളം കേന്ദ്രീകരിച്ചായിരുന്നു. അതുകൊണ്ട് തന്നെ സിറോ മലബാർ സഭ ഇക്കാര്യത്തിൽ NIA അന്വേഷണം ആവശ്യപ്പെട്ടിരിക്കുകയാണ്. മറ്റു വിവരങ്ങൾ എന്തെല്ലാം? ഈ വിഷയത്തിൽ കൃത്യമായിട്ടുള്ള നടപടി വേണമെന്ന് NIA അന്വേഷിക്കണം. കാരണം ഇതൊരു ഭീകരവാദ ബന്ധവുമായി സംശയിക്കുന്ന തരത്തിലുള്ള ഇടപെടലുകൾ ഇതിലുണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് പാനായിക്കുളത്തേക്ക് ഈ പെൺകുട്ടിയെ കൊണ്ടുപോയത് സംബന്ധിച്ച് വലിയ രീതിയിലുള്ള സംശയങ്ങൾ, ദുരൂഹതകൾ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പാനായിക്കുളം നമുക്കറിയാം നേരത്തെ തീവ്രവാദ ബന്ധവുമായി ബന്ധപ്പെട്ട്, ഭീകരവാദ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് കുപ്രസിദ്ധി അയച്ച ഒരു നാടാണ്. അവിടേക്ക് പെൺകുട്ടി എത്തിച്ചത് എന്തിനായിരുന്നു എന്നടക്കമുള്ള കാര്യങ്ങളിൽ തീർച്ചയായും ഇത്തരത്തിൽ മതംമാറ്റം അടക്കമുള്ള വിഷയങ്ങളെ സംബന്ധിച്ച് ആരോപണങ്ങൾ നിലനിൽക്കെ, അത്തരത്തിൽ ആത്മഹത്യാക്കുറിപ്പിൽ പോലും അത്തരത്തിലുള്ള വിവരങ്ങൾ നിലനിൽക്കെ ഇതിലൊരു ഭീകരവാദ ബന്ധമുണ്ട് എന്നുള്ള സംശയം തന്നെയാണ് ഇപ്പോൾ സിറോ മലബാർ സഭയും വ്യക്തമാക്കിയിട്ടുള്ളത്. സിറോ മലബാർ സഭയുടെ ഫാദർ ജെയിംസ് കൊക്കാവയലിനാണ് ഇന്ന് വാർത്താ സമ്മേളനത്തിൽ ഇക്കാര്യം വ്യക്തമാക്കിയത്. NIA അന്വേഷണം അനിവാര്യമാണ്. തീവ്രവാദ ബന്ധമടക്കം സംശയിക്കുന്ന ഒരു വിഷയത്തിൽ കേന്ദ്രത്തിന്റെ ഒരു ഇടപെടൽ ഉണ്ടായെങ്കിൽ മാത്രമേ ഈ കുറ്റവാളികളെ കണ്ടെത്താൻ സാധിക്കൂ, കേസിൽ കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ നടത്താൻ സാധിക്കൂ എന്നുള്ളതാണ് അവർ വ്യക്തമാക്കിയിരുന്നത്. ഒപ്പം തന്നെ സർക്കാർ കൂടുതൽ ഗൌരവമായിട്ടുള്ള വകുപ്പുകൾ ഈ കേസിൽ ചുമത്തണം എന്നുള്ളതാണ്. നിർബന്ധിത മതപരിവർത്തനമടക്കമുള്ള പല വകുപ്പുകളും പോലീസ് ചുമത്തിയിട്ടില്ല എന്ന് സിറോ മലബാർ സഭ വിമർശിക്കുന്നുണ്ട്. സർക്കാർ ഇത്തരത്തിൽ ഇതിൽ കൃത്യമായിട്ടുള്ള ഇടപെടൽ നടത്തണം, കൃത്യമായിട്ടുള്ള നടപടിക്ക് ഒരുങ്ങണം എന്നുള്ളത് തന്നെയാണ് സിറോ മലബാർ സഭ വ്യക്തമാക്കിയിട്ടുള്ളത്. ഒപ്പം തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കൂടുതൽ പ്രതിഷേധങ്ങളും അതുപോലെ തന്നെ ശക്തമായിട്ടുള്ള സമരമാർഗങ്ങളിലേക്കും പോകുമെന്ന് തന്നെ സിറോ മലബാർ സഭ ഇന്ന് വ്യക്തമാക്കിയിരിക്കുന്നു എന്നുള്ളതാണ് ഈ കോതമംഗലത്തെ പെൺകുട്ടിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സിറോ മലബാർ സഭ വ്യക്തമാക്കിയിട്ടുള്ളത്. മറ്റ് ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീമാർ ആക്രമിക്കപ്പെട്ടതുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ ഷോൺ ജോർജും അതുപോലെ തന്നെ രാജീവ് ചന്ദ്രശേഖറുമാണ് കൃത്യമായിട്ടുള്ള ഇടപെടൽ നടത്തിയത് എന്ന് സിറോ മലബാർ സഭ വ്യക്തമാക്കുന്നു. അവരോട് നന്ദി പറയുകയും ചെയ്യുന്നു. ആ നന്ദി പറയേണ്ടത് ആ സഭയുടെ കടമ കൂടിയാണ് എന്നാണ് അവർ വ്യക്തമാക്കിയിട്ടുള്ളത്. കേന്ദ്ര സർക്കാരുമായി അടുത്തിടപെടാനുള്ള സാഹചര്യം അവർക്കാണുള്ളത്. ഏതെങ്കിലും കാര്യക്ഷമമായിട്ടുള്ള നടപടി എടുക്കാൻ കഴിയുമെങ്കിൽ അത് ഈ കേന്ദ്രവുമായി ബന്ധമുള്ള ഷോൺ ജോർജിനും അതുപോലെ തന്നെ രാജീവ് ചന്ദ്രശേഖരനും മാത്രമേ കഴിയൂ. അതുകൊണ്ട് തന്നെയാണ് അവർ ഇടപെട്ടതും ഇപ്പോൾ
അത് യാഥാർത്ഥ്യമാവുകയും ചെയ്തത്. അതിൽ അവർ നന്ദി പറയുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. മറ്റൊന്ന്, ഈ ഇടയിൽ ഉയർന്നു വന്നിട്ടുള്ള ഈ ക്രിസ്ത്യൻ വിഭാഗങ്ങളെ വലിയ രീതിയിൽ ആക്രമിക്കുന്ന അല്ലെങ്കിൽ വലിയ രീതിയിൽ വിമർശിക്കുന്ന ഒരു നിലപാട് ഇടത് നേതാക്കന്മാരുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നു. തീർത്തും മതനിരപേക്ഷമായി പ്രവർത്തിക്കാൻ ഇടത് സർക്കാരായിട്ടുള്ള പിണറായി വിജയൻ സർക്കാർ ശ്രമിക്കണം എന്നുള്ളത് തന്നെയാണ് സിറോ മലബാർ സഭ വ്യക്തമാക്കുന്നത്. സമീപകാലത്തെ പല സംഭവങ്ങളിലും ക്രിസ്ത്യാനികളെ ഇത്തരത്തിൽ കുറ്റപ്പെടുത്തുന്ന തരത്തിലേക്കുള്ള നിലപാടുകളാണ് സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. അത് തീർത്തും മാറ്റം വരണം. കൃത്യമായിട്ടുള്ള മതനിരപേക്ഷമായിട്ടുള്ള ഒരു നിലപാടിലേക്കും പ്രവർത്തനത്തിലേക്കും സംസ്ഥാന സർക്കാർ എത്തണമെന്നാണ് ഇന്ന് കോട്ടയത്ത് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സിറോ മലബാർ സഭയുടെ നിലപാടുകൾ വളരെ കൃത്യമായി മുന്നോട്ട് വെച്ചിരിക്കുകയാണ് കോട്ടയത്ത് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ. മിഥുൻ അയ്യപ്പനാണ് വാർത്തയുടെ വിവരങ്ങൾ പങ്കുവച്ചത്.